ഹലോ കൂട്ടുകാരെ, ദേവിയുടെ വിഷയത്തിൽ മീനുവും മിത്രയും ഇടപെടാൻ തുടങ്ങുകയാണ്. മീനു ദേവിയെ കാണാൻ പോയപ്പോൾ മീനുവിന് ആകെ സങ്കടമായ ദേവിയുടെ അവസ്ഥ കണ്ടിട്ട്, ദേവിയുടെ വിഷമം കണ്ടിട്ട് അങ്ങനെ മിത്രയോട് മീനു വന്ന് പറയുകയാണ്, മിത്ര, നമ്മൾ ഈ കാര്യത്തിൽ മൗനം പാലിച്ചിരുന്നാൽ ശരിയാവില്ല. എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ദേവി ചേച്ചിയെ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോമതി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഗോമതി ചോദിക്കും, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു രഹസ്യംഭാഷണമെന്ന്. അപ്പോൾ മീനു പറയും, ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ. കാരണം ഇന്ന് രാവിലെയും മീനു ദേവിയോട് സംസാരിക്കുന്നത് കേട്ടിട്ട് ഗോമതിക്ക് സംശയം തോന്നുകയും ഗോമയെ ഒന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ദേവിയെ വിളിക്കുകയും ദേവിയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചി വിഷമിക്കേണ്ട, ഞങ്ങൾ ഈ കാര്യത്തിന് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനി ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലം വീട്ടിലൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ധർമ്മന് ഒരു കട പണിത് കൊടുക്കുന്നതാണ്. അപ്പം ധർമ്മന് ഒരു സൂപ്പർ മാർക്കറ്റ്, അതായത് അച്യുതൻ ധർമ്മന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് പണി കൊടുക്കുകയാണ്. അപ്പോൾ ധർമ്മൻ പറയും, അല്ല അച്യുതേട്ട, എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് പണിയുന്നത്? അപ്പോഴാണ് അച്യുതൻ പറയുന്നത്, അതൊക്കെ ഉണ്ട്, നിനക്കറിയാം, നിനക്ക് ഒരു സർപ്രൈസാണെന്ന്. പക്ഷേ അത് കറക്റ്റ് ആ ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് തന്നെയാണ് ആ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ ബാലൻ്റെ കച്ചവടമൊക്കെ പൂട്ടിക്കാനാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ ധർമ്മൻ എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ്, കാരണം ധർമ്മന് ഒരു നല്ല വരുമാന മാർഗ്ഗം ഉണ്ടാവുമല്ലേ. അങ്ങനെ പിന്നെ നമ്മുടെ ധർമ്മൻ്റെ ഭാര്യ സുകന്യ ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റൊക്കെ കാണുകയാണ്. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ക്യാഷ് കസേരയിൽ സുകന്യ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നിട്ട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് അച്യുതനോട് പറയുന്നുണ്ട്, അച്യുതേട്ട, ഞാനും ധർമ്മേട്ടനും ഒരു കാലത്തും അച്യുതേട്ടനെ മറക്കില്ല. കാരണം ഞങ്ങൾക്കൊരു ജീവിക്കാനൊരു മാർഗ്ഗം ഉണ്ടാക്കി തന്ന അച്യുതേട്ടനാണ് എന്ന് പറഞ്ഞ് അച്യുതനെ സോപ്പിട്ട് നിൽക്കുകയാണ് സുകന്യ. ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ കഥ അറിയാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.